Welcome to SRJ online classes. നമ്മൾ ഇന്ന് മാത്സിൻ്റെ റിവിഷൻ ക്ലാസ് നെക്സ്റ്റ് ചാപ്റ്റർ ആയ പ്രോബബിലിറ്റി, അതായത് അവസാനത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഇനി ഒരു ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട്, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന പ്രോബബിലിറ്റിയാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. ഈസി ആയിട്ട് അതിൽ വരുന്ന 4 മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ അത് നോക്കാം, അതാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എക്സ്പെരിമെൻ്റ്. അത് എക്സ്പെരിമെൻ്റ് പറഞ്ഞാൽ ഇവിടെ പറയുന്ന എക്സ്പെരിമെൻ്റൊക്കെ എന്താ പ്രത്യേകത? അതിൻ്റെ ചാൻസ് മുൻകൂട്ടി പറയാൻ കഴിയില്ല, അതിന് റിസൾട്ട് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അങ്ങനത്തെ എക്സ്പെരിമെൻ്റ് പറയുന്നത് അതാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിന് സാമ്പിൾ സ്പേസിൻ്റെ അതിൽ കിട്ടുന്ന ആളുകളെ എലമെൻ്റ് ആക്കിയെന്നാണ് സാമ്പിൾ സ്പേസ്. കാര്യമായിട്ട് നമ്മൾ കോയിന്, ഡൈ, കാർഡ് ഇവരാണ് കൂടുതൽ പറയാറ്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സാമ്പിൾ സ്പേസിൽ ഹെഡും ടെയിലുമാണ്. അപ്പോൾ അതിൽ n കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സ്പേസിനാണ് 2n. അതായത് നമുക്കറിയാം 2 കോയിൻ ആണെങ്കിൽ സാമ്പിൾ സ്പേസ് HH, HT, TH, TT. 3 കോയിൻ ആണെങ്കിൽ HHH, HHT, HTH, THH, then HTT, THT, TTH and TTT ആണ് 8 സാമ്പിൾ പോയിന്റുള്ള 3 കോയിൻ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ n കോയിൻ ആണെങ്കിൽ 2n സാമ്പിൾ പോയിന്റ്, 10 കോയിൻ ആണെങ്കിൽ 210. അതുപോലെ ഒരു ഡൈ എറിയുമ്പോൾ, ചിട്ട് കളിക്കുന്ന ഡൈ എറിയുമ്പോൾ, നമ്മൾ സാധാരണ ലൂഡോ കളിക്കുന്ന ഡൈ എറിയുമ്പോൾ ഒരു സാമ്പിൾ സ്പേസിൽ 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഒരു ഡൈ എറിയുമ്പോൾ ഇതിൽ ഏതും വരാം, എല്ലാം വരുന്നതല്ല, ഇതിലേതെങ്കിലും ഒന്ന് വരാം ഒരു ഡൈ എറിയുമ്പോൾ. അതേസമയത്ത് 2 ഡൈ എറിയുമ്പോൾ എങ്ങനെ വരിക? ഓർഡേഡ് പെയർ ആയിട്ടാണ് 1 1 1 2 1 3 1 4 1 5 1 6 എക്സെട്ര. അങ്ങനെ 6 6 വരെ ഉണ്ടാവും. 36 സാമ്പിൾ പോയിന്റ്. 1-6, 2-6, 3-6, 4-6, 5-6, 6-6, അങ്ങനെ 36 ഉണ്ടാവും. അതാണ് നമ്പർ ഓഫ് എസ്. 2 വരുമ്പോൾ 6 സ്ക്വയർ 36. അങ്ങനെയാണെങ്കിൽ n ഡൈ ആണ് എറിയുന്നെങ്കിൽ 6n. അതായത് ഒരു ഡൈയിൽ 6 അപ്പോൾ ഡൈയുടെ എണ്ണം കൂടുന്നതിന് 6ൻ്റെ പവർ കൂടി വരും. ഒരു കോയിനിൽ 2 അപ്പോൾ കോയിൻ എണ്ണം കൂടുന്നതനുസരിച്ച് 2യുടെ പവർ കൂടി വരും. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. സാമ്പിൾ സ്പേസ് എഴുതുന്നത് നിങ്ങൾക്ക് അതിൽ 1 മാർക്കിന് സാമ്പിൾ സ്പേസ് എഴുതാൻ വരാം, 1 മാർക്കിന് വരുള്ളൂ. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ സാമ്പിൾ സ്പേസ് എന്ന് മനസ്സിലാകാൻ വേണ്ടി 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കണ്ടോ? എ കോയിൻ ഈസ് ടോസ്ഡ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഷോസ് ഹെഡ് കാണിക്കുകയാണെങ്കിൽ ദെൻ എ ഡൈ ഈസ് ത്രോൺ. അതർവൈസ് ഹെഡ് അല്ല കാണിക്കുന്നെങ്കിൽ അതർവൈസ് 1 മോർ കോയിൻ ഈസ് ടോസ്ഡ്. അതായത് ആദ്യത്തെ കോയിനിൽ ഹെഡ് കാണിക്കുകയാണെങ്കിൽ ഡൈ എറിയും, അല്ല ടെയിലാണ് കാണിക്കുന്നെങ്കിൽ വീണ്ടും ഒരു കോയിൻ എറിയും. പിന്നെ ഒന്നുമില്ല. അതാണ് എക്സ്പെരിമെൻറ്റ്. റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ അതിൽ വരാവുന്ന എല്ലാ പോസിബിലിറ്റി എഴുതണം. അപ്പോൾ ഒരു കോയിൻ എറിയുന്നു, ഹെഡ് കിട്ടുകയാണെങ്കിൽ ഡൈ എറിയുന്നു. അപ്പോൾ ഡൈ എറിയുമ്പോൾ ഹെഡിൻ്റെ കൂടെ 1 ആവാം, അല്ലേ? ഡൈ എറിയുമ്പോൾ ഹെഡിൻ്റെ കൂടെ 2 ആവാം, അല്ലെങ്കിൽ ഹെഡിൻ്റെ കൂടെ 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. ഡൈയിൽ ഏത് വരാം. അതേ സമയത്ത് ഹെഡ് തന്നെ വരണമെന്നില്ല, ടെയിലാവാം. ഫസ്റ്റ് കോയിനിൽ ടെയിലാവാം. ഫസ്റ്റ് കോയിനിൽ ടെയിലാവാം. എന്താ പറഞ്ഞത്? എഗെയിൻ ഒരു കോയിൻ എറിയുന്നു. എഗെയിൻ ഒരു കോയിൻ എറിയുമ്പോൾ ആ 2ാമത്തെ കോയിനിൽ ഹെഡ് വീഴാം. ദെൻ ഫസ്റ്റ് ടെയിൽ തന്നെ വീണു. ദെൻ 2ാമത്തെ കോയിൻ എറിയുമ്പോൾ ഹെഡ് തന്നെ ആവണമെന്നില്ലല്ലോ, അതും ടെയിലാവാം. ഇതാണ് അവിടുത്തെ പോസിബിലിറ്റി. അപ്പോൾ ഇവിടെ ഹെഡ് വീണില്ല, അപ്പോൾ വീണ്ടും ഡൈ എറിയില്ല. ആദ്യത്തെ കോയിനിൽ ഹെഡ് വീണാലേ ഡൈ എറിയുന്നുള്ളൂ. 2ാമത്തെ കോയിൻ ടോസ് ചെയ്യുന്നു പറയുന്നത് അത് എന്ത് വീണാലും പ്രശ്നമില്ല. ഓക്കെ, അതാണ് എൻ്റെ സാമ്പിൾ സ്പേസ്. എങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അണ്ടിൽ എ ടെയിൽ കംസ് അപ്പ്. ഒരു ടെയിൽ വരുന്നത് വരെ, ഒരു ടെയിൽ കാണിക്കുന്നത് വരെ ഒരു കോയിൻ തുടർച്ചയായി എറിഞ്ഞുകൊണ്ടിരിക്കും. കോയിനിൽ ടെയിൽ കാണിച്ചാൽ എക്സ്പെരിമെൻ്റ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ടെയിൽ കാണിച്ചില്ലെങ്കിലോ എഗെയിൻ വീണ്ടാമതും കോയിൻ എറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ കോയിനിൽ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ ആദ്യമേ കോയിനിൽ ടെയിൽ കാണിച്ചു വിചാരിക്കുക. എക്സ്പെരിമെൻ്റ് കഴിഞ്ഞു.
എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. പക്ഷെ അത് ടെയിലാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. കോമട്ട കഴിഞ്ഞെന്താ, അവിടെ നടത്തുന്ന ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. ആ ടെയില്, ഫസ്റ്റ് കോയിന് ടെയില് തന്നെ വീഴുന്ന ഉറപ്പില്ല. ടെയിൽ വീണാണെങ്കിലോ ഓക്കെ കഴിഞ്ഞു. ടെയിൽ അല്ലെങ്കിലോ, അതായത് എച്ച് ആണെങ്കിലോ അത് വേറെ എക്സ്പെരിമെൻറ്റ്. എച്ച് ആണെങ്കിൽ അഗെയിൻ കോയിൻ എറിയും, ആ കോയിനിൽ ടെയിൽ വീണാൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അത് വേറെ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. ദെൻ അതിൽ തന്നെ ആ ഫസ്റ്റ് ഹെഡ് വീണു, രണ്ടാമത് കോയിൻ എറിഞ്ഞപ്പോൾ ടെയിൽ വീണില്ല, അവിടെയും ഹെഡ് വീഴാം. അപ്പോൾ എച്ച് രണ്ട് കോയിൻ എറിയും, അപ്പോൾ നിങ്ങൾക്ക് ടെയിൽ കിട്ടിയിട്ടില്ല. അഗെയിൻ മൂന്നാമതൊരു കോയിൻ എറിയണം, അതിൽ ടെയിൽ വീണാൽ സ്റ്റോപ്പ് ചെയ്യാം. അതും ഉറപ്പിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ കോയിന് ടെയിൽ വീണില്ലെങ്കിലോ, അപ്പോൾ എച്ചോ വീണ്ടും ഒരു കോയിൻ എറിയും, അതിൽ ടെയിൽ വീഴാം, അതും ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എഴുതിപ്പോകാം. അതിൻ്റെ നമ്പർ എണ്ണാൻ കഴിയില്ല, ഇൻഫൈനൈറ്റ് ആണ്. മനസ്സിലായി? ഒരു കോയിനിൽ ടെയിൽ കാണിക്കുന്നത് വരെ എറിഞ്ഞുകൊണ്ടിരിക്കണം. ടെയിൽ കാണിച്ചാൽ നിർത്തും, പക്ഷെ ടെയിലാന്ന് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ പോസിബിലിറ്റിയും എഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. ആ രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ സാമ്പിൾ സ്പേസ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് ഒരു മാർക്കിനെ ചോദിക്കുള്ളൂ. നെക്സ്റ്റ് അതിൽ പറയാൻ പോകുന്നത് ഇവൻസുകളും പ്രോബബിലിറ്റിയുമാണ്. ഈ ഇവൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താ, സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസിന് സബ്സെറ്റ് ആവുന്ന എന്തും ഇവൻസ് ആണ്. അത് ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ഇവൻ്റ് എയും ബിയും ഇപ്പോൾ ഒരു ഇവൻ്റ് നോക്കാം. ഒരു ഡൈ എറിയുമ്പോൾ സാമ്പിൾ സ്പേസ് 1 2 3 4 5 6, അതിൽ ഈവൺ നമ്പർ കിട്ടുക എന്നതാണ് സാമ്പിൾ സ്പേസിലെ ഒരു ഭാഗമാണ്. 2 4 6 അതൊരു ഇവൻ്റാണ്. പ്രൈം നമ്പർ കിട്ടുക ഒരു ഡൈ എറിയുമ്പോൾ അതൊരു ഇവൻ്റാണ്. ദെൻ അല്ലെങ്കിൽ ഓൾഡ് നമ്പർ കിട്ടുക, അങ്ങനെ ഒരു സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റായി വരാൻ പറ്റുന്ന എന്തും ഒരു ഇവൻ്റാണ്. അത് നമ്മൾ പ്രോബിലിറ്റി പറയുമ്പോൾ, അത് പ്രോബിലിറ്റി എഴുതുമ്പോൾ അത് ഒന്നുകൂടി പറയും. നെക്സ്റ്റ് നമുക്ക് പ്രോബിലിറ്റി മാത്രമായിട്ട് പറയാം, സാമ്പിൾ സ്പേസ് അല്ലാതെ പ്രോബിലിറ്റി കാണുന്ന രീതി എങ്ങനെ ഡിസ്കസ് ചെയ്യാം നോക്കൂ. അതിൻ്റെ പ്രോബിലിറ്റി കാണാനുള്ള വഴി, അതായത് അതിന് കിട്ടാനുള്ള സാധ്യത കാണാനുള്ള വഴി, പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യാറ് അതിൻ്റെ നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. അതായത് ആ ഇവൻ്റ് എത്ര എണ്ണമുണ്ടോ അതിൽ ടോട്ടൽ സാമ്പിൾ സ്പേസ്. അതായത് ഒരു കോയിൻ എറിയുമ്പോൾ ഹെഡ് കിട്ടാൻ ചാൻസ്, ഒരു കോയിനിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിലാണ്, അപ്പോൾ ഹെഡ് കിട്ടാൻ ചാൻസ് 1/2. ഹെഡ് ഒന്നേ ഉള്ളൂ, ടോട്ടൽ 2. അല്ലെങ്കിൽ ഒരു ഈ ഡൈ എറിയുമ്പോൾ ഈവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ്, ഈവൺ നമ്പർ ഡൈയിൽ 3 എണ്ണമാണ്, ടോട്ടൽ 6, 3/6. അപ്പോൾ അതുപോലെ മാക്സിമം ഓർക്കണം, മാക്സിമം പ്രോബിലിറ്റി 1 ആണ്, മിനിമം പ്രോബിലിറ്റി 0 ആണ്. പ്രോബിലിറ്റി 0യുടെ 1ൻ്റെ ഇടയിൽ വരുള്ളൂ. പെർസെൻറ്റേജ് മാക്സിമം 100 പറയുന്ന പോലെയാണ് പ്രോബിലിറ്റി 1. 0 താഴേക്ക് വരില്ല, നെഗറ്റീവ് വരില്ല. പിന്നെ പി ഓഫ് എസ് സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി കാണുമ്പോൾ എൻ ഓഫ് എസ് ഡിവൈഡ് ബൈ എൻ ഓഫ് എസ് ദറ്റ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ പി ഓഫ് 5 എന്ന് പറഞ്ഞാൽ എം ടി അല്ലേ, നമ്പർ ഓഫ് എം ടി സെറ്റ് 0 അല്ലേ, അപ്പോൾ ഇതിന് എണ്ണം മുകളിൽ 0 ആകുമ്പോൾ താഴെ എത്രയാവട്ടെ ആൻസർ, എം ടി സെറ്റിൻ്റെ പ്രോബിലിറ്റി 0. ദെൻ പിന്നെ അതിൽ പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, ഇല്ലാത്തതിൻ്റെ പ്രോബിലിറ്റി ദാറ്റ് ഈസ് പി ഓഫ് എ ഡാഷ്, എ കോംപ്ലിമെൻറ്റ് 1 മൈനസ് പി ഓഫ് എ. അതായത് നമ്മൾ ഏതൊരു സെറ്റിൻ്റെ ഇവൻ്റ് കാണുമ്പോൾ അതിലില്ലാത്തത് കാണാൻ ഒന്നിൽ നിന്നത് ഉള്ളത് കുറച്ചാൽ മതി. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ നോക്ക്, ക്ലാസ്സിൽ 95% കുട്ടികൾ തോറ്റു എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ് പാസ്സായത്? 5% അല്ലേ. ഇവിടുന്ന് 5 കിട്ടിയത് 100ൽ നിന്ന് 95 മൈനസ് ചെയ്യാണ്. അതുപോലെ ഒരു ഇവൻ്റിൽ ഇല്ലാത്തത് കാണുമ്പോൾ 1ൽ നിന്ന് ഉള്ളത് മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ. പി ഓഫ് നോട്ട് എ കാണുമ്പോൾ അതുപോലെ പി ഓഫ് എ ഓർ ബി, എയോ അല്ലെങ്കിൽ ബിയോ, ദാറ്റ് ഈസ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതിൽ തന്നെ ആ എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി 0 ആണെങ്കിൽ, അതായത് എ ഇൻ്റർസെക്ഷൻ ബി എം ടി ആണെങ്കിൽ, എ ഇൻ്റർസെക്ഷൻ ബി 5 ആണെങ്കിൽ, എ ഇൻ്റർസെക്ഷൻ ബി എന്നത് എം ടി ആകുമ്പോഴാണ് പ്രോബിലിറ്റി 0 ആവുക. അപ്പോൾ എ ആൻഡ് ബി ആർ പറയുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഇൻ്റർസെക്ഷൻ എം ടി ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതേസമയത്ത് മറ്റൊരു പേരുണ്ടോ, ഇഫ് എ യൂണിയൻ ബി സാമ്പിൾ സ്പേസ് ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി എത്രയായിരിക്കും? പി ഓഫ് എ യൂണിയൻ ബി 1 ആവും. ഇവിടെ പി ഓഫ് എ യൂണിയൻ ബി 0 ആണ്. അതായത് സാമ്പിൾ സ്പേസ് ആണ് എ യൂണിയൻ ബി എങ്കിൽ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആവുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി 1, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുമ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.
യെസ്. അതുപോലെ പി ഓഫ് എ ആൻഡ് നോട്ട് ബി. എ നോട്ട് ബി എയിലുണ്ട്, ബിയിലില്ല. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അത് ഡിനോട്ട് ചെയ്യുന്നത് എ മൈനസ് ബി എന്നല്ലേ. എയിലുള്ളതും ബിയിലില്ലാത്തതും അതിൻ്റെ ഫോമുലയാണ് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത് എ മൈനസ് ബി എന്ന ഭാഗം ഡയഗ്രം മാർക്ക് ചെയ്യുമ്പോൾ ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി, ഇതാണ് എ മൈനസ് ബി. അപ്പോൾ എയിൽ നിന്നോ എ ഇൻ്റർസെക്ഷൻ ബി ഒഴിവാക്കുന്നതല്ലേ എ മൈനസ് ബി. അതാണ് ഇവിടെ എഴുതിയത്. അതുപോലെ ബി ഓഫ് ബി ആൻഡ് നോട്ട് എ, പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്, ദാറ്റ് ഈസ് പി ഓഫ് ബി മൈനസ് എ, ബിയിലുള്ളതും എയിലില്ലാത്തതും, ദാറ്റ് ഈസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ബിയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി ഒഴിവാക്കുന്നു. ദെൻ അതുപോലെ ഒന്നുകൂടെ പറയാനുണ്ട്, പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി, പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി, എയിലില്ലാത്തതും ബിയിലില്ലാത്തതും എന്ന് പറഞ്ഞാൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ അതിനെ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചിട്ട് എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്നെഴുതാം. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് പറഞ്ഞാൽ ഏതൊരു സെറ്റിൻ്റെയും കോംപ്ലിമെൻ്റ് ഒന്നിൽ നിന്ന് അത് കുറയ്ക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എഴുതുമ്പോൾ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി, അതിൽ നിന്ന് ഒന്നിൽ നിന്ന് അത് കുറയ്ക്കുകയാണ് വേണ്ടത്. ഇനി അതിലെ പ്രോബ്ലം ചെയ്യാം. അതാണ് നമുക്ക് ഇനി പ്രോബിലിറ്റി പറയാനുള്ളത്. ക്വസ്റ്റ്യൻ കണ്ടോ, എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്, ഒരു കോയിൻ 3 പ്രാവശ്യം എറിയുന്നു. ഫൈൻഡ് ദി പ്രോബിലിറ്റി ഓഫ് ഫോളോയിങ് ഇവൻറ്റ്സ്. താഴെ കുറച്ച് ഇവൻറ്റ്സ് പറയുന്നത് അതിൻ്റെ ഓരോന്നിന് പ്രോബിലിറ്റി കാണണം. അപ്പോൾ ഇവൻറ്റ്സ് ഏതൊക്കെ മനസ്സിലായാലേ പ്രോബിലിറ്റി എഴുതാൻ പറ്റുള്ളൂ. ഒന്നാമത് പറഞ്ഞത് പി എ എന്നാണ്, പിന്നെ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ് വരുന്ന പ്രോബിലിറ്റി. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് പറഞ്ഞാൽ ഏതൊക്കെ, ഇവിടെ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 3 കോയിൻ എറിയുമ്പോൾ സാമ്പിൾ സ്പേസ് 8 എണ്ണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രൂപത്തിൽ എച്ച് ഡി ഇങ്ങനെ 8 സാമ്പിൾ പോയിന്റ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് 2 ഹെഡിന് അർത്ഥം എന്താ, മിനിമം 2 ഹെഡ്, 2 ഹെഡെങ്കിലും, 2ൽ കൂടാൻ കുറയാൻ പാടില്ല, 2ഉം ആവാം. അപ്പോൾ 2 ഹെഡെങ്കിൽ പറയുമ്പോൾ ഇത് വരാം, 3 ഹെഡ് വരാം, ഇത് വരാം, ഇത് വരാം, ഇത് വരാം. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, ഇത് വരില്ലല്ലോ, ആണ് ഇവിടെ ഒരു ഹെഡേ ഉള്ളൂ. അപ്പോൾ എത്ര എണ്ണമുണ്ട്, 4 എണ്ണം, ടോട്ടല് 8. അതിൻ്റെ പ്രോബിലിറ്റി 4/8. അത് മുഴുവൻ എഴുതി കൊടുക്കണമെന്നില്ല, പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്, അതിന് എണ്ണമാക്കി എഴുതിയാൽ മതി. ഇവൻ്റെ ഏതാ ചോദിച്ചാൽ ഇത് 4 എഴുതണം എന്നർത്ഥം. പ്രോബിലിറ്റി ആയതുകൊണ്ട് ആ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ എണ്ണം. ദെൻ അതുപോലെ സെക്കൻഡ് എന്ന് പറഞ്ഞത്, സെക്കൻഡ് പറഞ്ഞത് അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അറ്റ്മോസ്റ്റ് 2 ഹെഡിന് അർത്ഥം എന്താ, മാക്സിമം 2 ഹെഡ്. മാക്സിമം 2 ഹെഡ് പറഞ്ഞപ്പോൾ നോക്കാം, മാക്സിമം 100 മാർക്കാണ് പറഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് 100 മാർക്കിൽ കൂടുതൽ വരില്ലല്ലോ, അതിൻ്റെ താഴെയോ ആ മാർക്കേ വരുള്ളൂ, ഒരിക്കലും 100-ന് അപ്പുറത്തേക്ക് പോവില്ല. അപ്പം മാക്സിമം 2 ഹെഡ് പറഞ്ഞാൽ 2 ഹെഡ് വരാം, അതിൽ കൂടാൻ പാടില്ല, കുറയാം. 2 ഹെഡോ അതിൽ കുറവോ വരാം, ഒരിക്കലും കൂടരുത്. മാക്സിമം 2 ഹെഡാണ് എന്ന് പറഞ്ഞാൽ 2ൽ കൂടാൻ പാടില്ല, കുറയാന്ന് പറഞ്ഞാൽ 3 ഹെഡ് വരരുത്. 3 ഹെഡ് വരരുത്. 3 ഹെഡ് വരുന്നത് ഇതല്ലേ, ഇത് ഒഴിവാക്കി ബാക്കിയെല്ലാം. അപ്പം സംശയമുണ്ടോ 3 ടെയിൽ വരാൻ പറ്റുമോ? പറ്റും. അതിൽ ഹെഡില്ല, 0 ഹെഡ് വരാം. ഒരു കുട്ടിക്ക് 100 മാർക്കുള്ള എക്സാമിന് 0 മാർക്ക് കിട്ടിക്കൂടെ? അപ്പം മാക്സിമം 2 ഹെഡ് പറഞ്ഞാൽ 2 ഹെഡ് വരെ വരാം, 2 ഹെഡിൽ കൂടരുത്, 3 ഹെഡ് വരരുത്. അപ്പം ഇത് ഒഴിവാക്കി ബാക്കിയെല്ലാം, ദാറ്റ് ഈസ് 7/8. ഇനി മൂന്നാമത്തത് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡെങ്കിലും പറഞ്ഞാൽ മിനിമം 1 ഹെഡാണ്. 1 ഹെഡെങ്കിലും പറഞ്ഞാൽ 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം, 3 ഹെഡ് വരാം എന്ന് പറഞ്ഞാൽ ഇത് പറ്റും, എച്ച് ടി എച്ച് ഇത് പറ്റും, ഇത് പറ്റും, ഇത് പറ്റും. 1 ഹെഡെങ്കിലും മിനിമം 1 ഹെഡ്. ഇത് ഒഴിവാക്കി ബാക്കിയെല്ലാം അഗെയിൻ 7/8. ഈ നാലാമത്തെ പറഞ്ഞത് എക്സാക്ട്ലി 2 ഹെഡ്. എന്താ എക്സാക്ട്ലി 2 ഹെഡ്? കറക്റ്റ് 2 ഹെഡ്, 2ൽ കൂടുവാനും പാടില്ല, കുറയാനും പാടില്ല. കറക്റ്റ് 2 ഹെഡ് വരണം. 2 ഹെഡ് വരുന്ന ഏതൊക്കെയാണ്? എച്ച് ടി എച്ച് ഇത് 3മല്ലേ 2 ഹെഡ് വരുന്നത്, ദാറ്റ് ഈസ് 3/8. നെക്സ്റ്റ് അതിൽ പറഞ്ഞത്, 5ാമത് പറഞ്ഞത് നോ ഹെഡ്, തലയില്ലാത്തതാണ്. തലയില്ലാത്തത്, ഹെഡ് ഇല്ലാത്ത ഏത് മാത്രം, ഇതല്ലേ ഉള്ളൂ 3 ടെയിൽ വരുന്നത്. അതിൻ്റെ പ്രോബിലിറ്റി 1/8. അതാണ് അവിടെ പ്രോബിലിറ്റി കാണുന്ന ക്വസ്റ്റന്. നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന 3-4 ക്വസ്റ്റൻ വരാറുണ്ട് 4 മാർക്കിന്. യെസ്, എങ്ങനെ അടുത്ത ക്വസ്റ്റൻ നോക്കൂ. And mutually exclusive and mutually exhaustive events. Then
വാട്ട് ഈസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി? ഇവിടെ പറഞ്ഞത് മ്യൂച്വലി എക്സോസ്റ്റീവുമാണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവുമാണ്. എക്സ്ക്ലൂസീവ് ആവുമ്പോൾ നമുക്കറിയാം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 എക്സ്ഹോസ്റ്റീവ് ആവുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി 1 അത് ചോദിച്ചത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ് ചോദിച്ചത്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി ആൻസർ. പി ഓഫ് എ യൂണിയൻ ബിന്റെ ഫോമുല എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? ഇത് 0, ഇത് 1 ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അപ്പോൾ ആൻസർ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഈക്വൽ ടു 1. വളരെ സിമ്പിൾ. മനസ്സിലായോ? യെസ്. എങ്കിൽ എക്സോസ് നോക്കൂ. So if P of A equal 1/4, P of B equal 1/2, P of A intersection B 1/8, find P of A union B, P of A and not B, P of not A and not B കാണണം. അപ്പോൾ ഇവിടെ P of A, P of B തന്നിട്ടുണ്ട്. P of A union B കാണാനുള്ള ഫോമുല ഏത് പൊട്ടണം അറിയാമല്ലോ? P of A plus P of B minus P of A intersection B. അത് കൊടുത്തു കഴിഞ്ഞാൽ 1/4 plus 1/2 minus 1/8. അതെങ്ങനെ ചെറുതാക്കും? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് 1/4ഉം 1/2ഉം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 + 4/8 മൈനസ് 1/8 ദാറ്റ് ഈസ് 6 മൈനസ് 1/8 ദാറ്റ് ഈസ് 5/8. അതാണ് ഒന്നാമത്തെ ആൻസർ. അതേസമയത്ത് രണ്ടാമത്തത് നോക്കാം. എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ദാറ്റ് ഈസ് പി ഓഫ് എ മൈനസ് ബി എന്നല്ലേ? അതിൻ്റെ ഫോമുല എന്താണ്? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പറഞ്ഞാൽ 1/4 മൈനസ് 1/8 ദാറ്റ് ഈസ് 8 മൈനസ് 4/32 4/32 ഈക്വൽ ടു 1/8. അതുപോലെ മൂന്നാമത് പറയുന്നത് പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഡാഷ് intersection B dash that is P of A dash intersection B dash എങ്ങനെ എഴുതാം? A union B all dash. അതിന്റെ ഫോമുല ആണെന്തോ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഏതൊരു സെറ്റിൻ്റെയും കോംപ്ലിമെൻ്റ് ഒന്നില്ലത് മൈനസ് എ ദാറ്റ് ഈസ് 1 മൈനസ്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടെത്തി 5/8. 1 മൈനസ് 5/8 ദാറ്റ് ഈസ് 3/8. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമേ ഉള്ളൂ. എക്സാമിന് വരുന്ന മോഡൽ തന്നെയാണത്. എക്സോസ് നോക്കൂ. കണ്ടോ? രണ്ട് പേര് ഒരേ പ്രോബ്ലം സോൾവ് ചെയ്യാണ്. എ ആൻഡ് ബി ട്രൈ ടു സോൾവ് എ പ്രോബ്ലം. ഇതിൽ പറയുന്നത് എക്ക് കിട്ടാനുള്ള ചാൻസ്, എ എന്ന ആൾക്ക് കിട്ടാനുള്ള ചാൻസ് 1/3ഉം പി ഓഫ് ബി ബിക്ക് കിട്ടാനുള്ള ചാൻസ് 1/2ആണ്. ദെൻ രണ്ട് പേർക്കും കിട്ടാനുള്ള ചാൻസ്, രണ്ട് പേർക്കും അത് സോൾവ് ചെയ്ത് കിട്ടാൻ ചാൻസ് പറയുന്നുണ്ട്. ബോത്ത് ഓഫ് ദം പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി എ ആൻഡ് ബി ആണ്. അതായത് 1/6 പറയുന്നുണ്ട്. അതായത് ബോത്ത് ആൻഡ് വരികയാണെങ്കിൽ ഇൻ്റർസെക്ഷൻ ആണ്. അറ്റ്ലീസ്റ്റ് ഓർ എന്നൊക്കെ വരികയാണെങ്കിൽ മനസ്സിലാക്കുക യൂണിയൻ ആണ്. അപ്പോൾ ഇത് തന്നത് ചോദിച്ച ക്വസ്റ്റൻ എന്താണ്? യെസ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് ദി പ്രോബ്ലം. ഒന്നാമത്തെ ക്വസ്റ്റൻ ഒരാൾക്കെങ്കിലും കിട്ടാനുള്ള ചാൻസ് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് യൂണിയൻ ആണ്. എ യൂണിയൻ ബി ആണ്. എന്താ എ യൂണിയൻ ബിന്റെ ഫോമുല? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദാറ്റ് ഈസ് 1/3 പ്ലസ് 1/2 മൈനസ് 1/6. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 + 3/6 മൈനസ് 1/6 ദാറ്റ് ഈസ് 5 മൈനസ് 1/6 4/6 2/3. അതാണ് അവിടെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് ദി പ്രോബ്ലം. ഒരാൾക്കെങ്കിലും കിട്ടാനുള്ള ചാൻസ്. രണ്ടാമത് പറയുന്നത് എന്താ? എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദി പ്രോബ്ലം. എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദി പ്രോബ്ലം പറഞ്ഞ എന്തർത്ഥം? ഒരാൾക്ക് ഒരു സമയത്ത് കിട്ടാൻ പാടുള്ളൂ. എക്ക് കിട്ടുകയാണെങ്കിൽ ബിക്ക് കിട്ടാൻ പാടില്ല, ബിക്ക് കിട്ടുകയാണെങ്കിൽ എക്ക് കിട്ടാൻ പാടില്ല. കല്ലുണ്ടെങ്കിൽ നായില്ല, നായുണ്ടെങ്കിൽ കല്ലില്ല എന്ന് പറഞ്ഞ പോലെ നായനെ കാണുമ്പോൾ കല്ലെടുക്കാൻ നോക്കും, കല്ലുണ്ടാവില്ല. കല്ല് കിട്ടുമ്പോഴത്തേനൊക്കെ നായ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. അതുപോലെയാണ്
എക്ക് കിട്ടുകയാണെങ്കിൽ ബിക്ക് കിട്ടാൻ പാടില്ല, ബിക്ക് കിട്ടുകയാണെങ്കിൽ എക്ക് കിട്ടാൻ പാടില്ല. ഒരാൾക്ക് ഒരു സമയത്ത് കിട്ടാൻ പാടുള്ളൂ. അതാണ് എക്സാക്ട്ലി, അതാണ് രണ്ടാമത്തെ ദിവസം ചോദിച്ചതോ. പി ഓഫ് എക്സാക്ട്ലി 1. എക്സാക്ട്ലി 1 പറഞ്ഞാൽ പി ഓഫ് എ ഉണ്ടെങ്കിൽ ബി ഇല്ല, എ ആൻഡ് നോട്ട് ബി. ഓർ ബി ആൻഡ് പി ഓഫ് ബി ആൻഡ് നോട്ട് എ. ബി ഉണ്ടെങ്കിൽ എ ഇല്ല, എ ഉണ്ടെങ്കിൽ ബി ഇല്ല, ബി ഉണ്ടെങ്കിൽ എ ഇല്ല എന്നർത്ഥം. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ ഇൻ എ ആൻഡ് നോട്ട് ബി, പി ഓഫ് എ മൈനസ് ബി പ്ലസ്, ഓർ വരുമ്പോൾ പ്ലസ് പി ഓഫ് ബി മൈനസ് എ. ബി ഉണ്ട്, എ ഇല്ല. ഇതിന്റെ ഫോം നമുക്കറിയാമല്ലോ, പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് എ മൈനസ് ബി. പി ഓഫ് ബി മൈനസ് എ ആണെങ്കിൽ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ 1/3 മൈനസ് 1/6 പ്ലസ് 1/2 മൈനസ് 1/6. ദാറ്റ് ഈസ് 1/3 പ്ലസ് 1/2 മൈനസ് 1/6. 1/6 2/6 വരും. ദാറ്റ് ഈസ് 1/3 പ്ലസ് 1/2 മൈനസ് 1/3. 1/3 ക്യാൻസൽ ചെയ്താൽ ആൻസർ എക്സാക്ട്ലി 1 പറഞ്ഞാൽ 1/2. മനസ്സിലായോ? യെസ്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് നൺ ഓഫ് ദം. നൺ ഓഫ് ദം പറഞ്ഞാൽ എക്കും കിട്ടാൻ പാടില്ല, ബിക്കും കിട്ടാൻ പാടില്ല. എ സോൾവ് ചെയ്തിട്ടില്ല, ബി സോൾവ് ചെയ്തിട്ടില്ല. അതെന്താ മൂന്നാമത്തത്? നൺ ഓഫ് ദം പറഞ്ഞാൽ എ നോട്ട് എ ആൻഡ് നോട്ട് ബി. എക്കുമില്ല, ബിക്കുമില്ല. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് നോട്ട് എ ആൻഡ് നോട്ട് ബി അല്ലെങ്കിൽ നൺ ഓഫ് ദം എന്നൊക്കെ പറയുമ്പോൾ എക്കും കിട്ടുന്നില്ല ആൻഡ് ബിക്കും കിട്ടുന്നില്ല. അപ്പോൾ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതെങ്ങനെ കാണും? പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്, ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി, ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ നമ്മൾ കണ്ടു. എത്ര കിട്ടി നേരത്തെ ദിവസത്തിൽ? 2/3 അല്ലേ? ഈസ് 1 മൈനസ് 2/3 1/3. അതാണ് നോട്ട് എ നോട്ട് ബി അല്ലെങ്കിൽ നൺ ഓഫ് ദം എന്ന ആൻസർ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻറ്റ്, 60 കുട്ടികളിൽ 32 പേര് NCC തിരഞ്ഞെടുത്തു, NSS തിരഞ്ഞെടുത്തവർ 30 പേര്. അപ്പോൾ സംശയമുണ്ട്, ആകെ 60 പേരേ ഉള്ളൂ. എങ്ങനെയാണ് 62ആയി? രണ്ടും കൂടി 62 ആയില്ലേ? അതിനകത്ത് 2 കോമൺ ആയി വരുന്നവരുണ്ട്. അതാണ് നെക്സ്റ്റ് പറഞ്ഞത്. രണ്ടും പങ്കെടുക്കുന്നവർ, രണ്ടിലും ഉൾപ്പെടുന്നവർ 24 പേര്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത് എ എന്ന് കൊടുക്കുകയാണെങ്കിൽ എ NSS NCCയും ബി NS കൊടുക്കുകയാണെങ്കിൽ ഇത് എ ഇന്റർസെക്ഷൻ ബി എണ്ണമാണെന്നുള്ള നമ്മൾ ചോദിച്ചു. ഫൈൻഡ് ദി പ്രോബബിലിറ്റി. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഒന്നാം ദിവസം പറഞ്ഞത് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുന്നു, ആ കുട്ടി NSSലോ NCCയിലോ ഉൾപ്പെടാനുള്ള ചാൻസ്, എയിലോ അല്ലെങ്കിൽ ബിയിലോ വരാനുള്ള ചാൻസ്. ഒന്നാമത്തെ ചോദിച്ച ക്വസ്റ്റ്യന് പി ഓഫ് എ ഓർ ബി ആണ്. ദാറ്റ് ഈസ് പി ഓഫ് എ യൂണിയൻ ബി ആണ്. എന്താ ഫോർമുല? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ നിങ്ങൾക്ക് എണ്ണമാണ് തന്നത്, അതിനെ പ്രോബബിലിറ്റി ആക്കാൻ മറക്കരുത്. മിക്കവാറും കുട്ടികൾ എക്സാമിന് എണ്ണം മാത്രം എഴുതി വെക്കാറ്, പ്രോബിലിറ്റി ആക്കാൻ മറക്കരുത്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ N ഓഫ് എ 32 ആണെങ്കിൽ പി ഓഫ് എ 32/60, ടോട്ടൽ 60 ആണല്ലോ. പി ഓഫ് ബി 30/60, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 24/60. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ 32/60 പ്ലസ് 30/60 മൈനസ് 24/60. വെറുതെ ഇവിടുന്ന് ഓവറാക്കി ചെറുതാക്കി ബോറാക്കരുത്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കാൽക്കുലേഷൻ എളുപ്പം ഇങ്ങനെയാണ്, ചെറുതാക്കി ഓവറാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇവിടെ 60 കോമൺ ആയതുകൊണ്ട് മുകളിൽ ആഡ് ചെയ്യുമ്പോൾ 32 പ്ലസ് 30 62 മൈനസ് 24 38/60. അതാണ് ഏതെങ്കിലും ഒന്നിൽ വരാനുള്ള ചാൻസ്, NCC ഓർ NSS. യെസ്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എക്സാക്ട്ലി 1. കറക്റ്റ് ഒന്നിൽ മാത്രം വരുന്നവർ, ഏതെങ്കിലും ഒന്ന് പങ്കെടുക്കുന്നവർ, ഏതെങ്കിലും ഒന്നിൽ മാത്രം വരുന്നവർ. എക്സാക്ട്ലി 1 നേരത്തെ പറഞ്ഞു. എയിലുണ്ടെങ്കിൽ ബിയിലില്ല, അല്ലെങ്കിൽ ബിയിലുണ്ടെങ്കിൽ എയിലില്ല. ഇങ്ങനെയാണ് എക്സാക്ട്ലി 1 ഡെഫിനിഷൻ. അപ്പോൾ പി ഓഫ് എ മൈനസ് ബി പറഞ്ഞാൽ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതിൽ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 32/60 മൈനസ് 24/60 അല്ലേ? അഗെയിൻ 30/60 മൈനസ് 24/60. അത് ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, 32 പ്ലസ് 30 62. 62 മൈനസ് 24 മൈനസ് 24ഉം മൈനസ് 48. അപ്പോൾ 62 മൈനസ് 48 പറഞ്ഞാൽ by 6, അതായത്
14/60. 14/60 പ്രോബിലിറ്റി, അല്ലെങ്കിൽ 7/30 അങ്ങനെയും എഴുതാം. മനസ്സിലായോ? യെസ്. എങ്കിൽ നെക്സ്റ്റ് അതിൽ പറഞ്ഞ നൺ ഓഫ് ദം ആണ്. നൺ ഓഫ് ദം പറഞ്ഞാൽ എക്കുമില്ല ബിക്കുമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എക്കും ബിക്കും കിട്ടാത്തത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, അതായത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് 1 - പി ഓഫ് എ യൂണിയൻ ബി. അത് നമ്മൾ നേരത്തെ കണ്ടു. 1 - 38/60. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 - 38 22 / 60, അല്ലെങ്കിൽ 11/30. അതാണ് അവിടുത്തെ എൻ ഓഫ് ദം എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. മനസ്സിലായോ? യെസ്. ഇനി അതിൽ നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ മറ്റൊരു രീതി ക്വസ്റ്റ്യൻ ഒരു ബാഗിൽ നോക്കാം. ഒരു ബാഗിൽ 6 റെഡ് 5 വൈറ്റ് ബോൾ. ഇതിലൊരു ബോൾ എടുക്കുന്നു, അത് റെഡ് ആവാനുള്ള ചാൻസ് 6/11, അല്ലെങ്കിൽ അത് വൈറ്റ് ആവാനുള്ള ചാൻസ് 5/11. അതൊക്കെ ഒറ്റയടിക്ക് പറയാൻ കഴിയും. അതിൻ്റെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ എണ്ണം. ഇനി അത് ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വന്നാൽ നിങ്ങൾ കോമ്പിനേഷൻ ഉപയോഗിച്ച്, എന്നോട് പെർമിറ്റേഷൻ കോമ്പിനേഷനിലെ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ നമ്പർ ഓഫ് വേസ് എഴുതേണ്ടത്. ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വരുമ്പോൾ, ഒരു ബോളിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു കാർഡിൽ കൂടുതൽ, ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വരുമ്പോൾ നമ്മൾ ഇതിലൊക്കെ ഈ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, ഒരാളെ തിരഞ്ഞെടുത്തു. ഒന്നിൽ കൂടുതലാവുമ്പോൾ അത് കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കൂ. A bag contains 6 red 5 white ball. 2 balls are drawn. 2 ബോൾ എടുത്തു, രണ്ടും റെഡ് ആവാനുള്ള ചാൻസ്. ബോത്ത് ആർ റെഡ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ റെഡ്. പി ഓഫ് റെഡ് ആൻഡ് റെഡ് ആണ് ചോദിച്ചത്. രണ്ടും റെഡ് ആവാനുള്ള ചാൻസ്. അപ്പോൾ 2 ബോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എഴുതേണ്ടത്. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 11 അല്ലേ? അപ്പോൾ അതിൽ നിന്ന് 2 ബോൾ എടുക്കാനുള്ള വഴികളുടെ എണ്ണം 11C2. സെലക്ഷൻ ആകുമ്പോൾ കോമ്പിനേഷനാണ്. ഒരു സമയത്ത് 2 എണ്ണമാണ് വേണ്ട. അപ്പോൾ 11C2. ഇവിടെ രണ്ടും എന്താവണം? റെഡ് ആവാനുള്ള ചാൻസ്. അപ്പം നമ്പർ ഓഫ് റെഡ് ആൻഡ് റെഡ് എന്ന് പറഞ്ഞാൽ 6 റെഡ് ഉണ്ട്. അതിൽ നിന്ന് 2 എണ്ണം കിട്ടാനുള്ള ചാൻസ് 6C2. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി 6C2 / 11C2. ഇനി ഒന്ന് റെഡ് ആവണോ, ഒന്ന് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞോ, ഒന്ന് വൈറ്റ് ആണെന്ന് പറഞ്ഞാലോ 6C1 × 5C1 / 11C2. ഇനി 2 വൈറ്റ് ആണെന്ന് പറഞ്ഞാലോ 5C2 / 11C2. അതാണ് ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതി. മനസ്സിലായോ? യെസ്. എങ്കിൽ നെക്സ്റ്റ് നോക്കൂ. ഒരു 52 കാർഡ് കൂട്ടത്തിൽ നിന്ന് 5 കാർഡ്സ് എടുക്കുന്നു. ചീട്ട് കളിക്കുന്ന കാർഡ്സിന് എണ്ണൊക്കെ നമ്മൾ പറഞ്ഞതാണ്, എഴുതിയതാണ്. ഇപ്പോൾ കോമ്പിനേഷനിൽ പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ ഇവിടെ 5 കാർഡ് എടുക്കുന്നു. 5 കാർഡിൽ 2 കാർഡ് എക്സാക്ട്ലി കിങ് ആവണം. 2 കാർഡ് നിർബന്ധമായിട്ട് കിങ് ആവണം. അതായത് 5 കാർഡ്സ് എടുക്കുന്നുണ്ട്, 2 കിങ് വരണം. അപ്പോൾ ടോട്ടൽ 52 കാർഡാണ്. അതിൽ നിന്ന് 5 കാർഡ് എടുക്കാനുള്ള വഴികളുടെ എണ്ണം N(S) 52C5. ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് എടുക്കുന്ന 2 കാർഡ് 2 കാർഡ്സ് 5 കാർഡ് എടുക്കുന്നുണ്ട്. അതിൽ എക്സാക്ട്ലി 2 കിങ് വരാനുള്ള ചാൻസ്. അപ്പോൾ ആദ്യം കിങ്ങിനെ സെലക്ട് ചെയ്യണം. എത്ര കിങ്ങിൻ്റെ ടോട്ടൽ? 4 കിങ് അല്ലേ? 4ൽ നിന്ന് 2 കിങ് കിട്ടാനുള്ള ചാൻസ് 4C2. കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 2 കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് 5 കാർഡ് വരണം. ഇനി 3 കാർഡ് എന്താവരുത്? കിങ് ആവരുത്. കാരണം 5 കാർഡിൽ 2 എണ്ണം കിങ് ആവണം. ആ കിങ് വന്നു. ഇനി 3 എണ്ണം കിങ് അല്ലാത്തത് നോക്കൂ. 4 കിങ് ഒഴിവാക്കിയാൽ 48 കാർഡല്ലേ കിങ് അല്ലാത്തത്. അപ്പോൾ അതിൽ നിന്ന് 3 എണ്ണം, ദാറ്റ് ഈസ് 48C3 / 52C5. ഇതാണ് എൻ്റെ ആൻസർ. അത്ര മതി, സിംപ്ലിഫൈ ചെയ്യുന്നില്ല. ഇനി ഇതിൽ 3 കിങ് ആയതെങ്കിലോ 4C3 × 48C2 / 52C5. അതിന് മനസ്സിലായോ? അപ്പോൾ ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വരുമ്പോൾ നിങ്ങൾ കോമ്പിനേഷൻ ഉപയോഗിച്ച് കൗണ്ട് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഇനി അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10ാം ക്ലാസ് പഠിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ലീപ്പ് ഇയറിൽ 53 സൺഡേ വരാനുള്ള ചാൻസ് ചോദിക്കാം. ലീപ്പ് ഇയർ എന്താ അറിയാമല്ലോ, 366 ഡേ ഉണ്ടാവും. അതിൽ ലീപ്പ് ഇയറിൽ ഏതൊരു ദിവസവും 53 പ്രാവശ്യം വരാൻ ചാൻസ്. സൺഡേ മൺഡേ ഏതാവട്ടെ, എല്ലാ ദിവസവും 52 പ്രാവശ്യം എല്ലാ വർഷവും ഉറപ്പാണ്. ലീപ്പ് ഇയറിൽ ചില ദിവസങ്ങൾ 53 പ്രാവശ്യം വരും. 53 പ്രാവശ്യം ഏത് ദിവസവും വരാനുള്ള പ്രോബബിലിറ്റി
അത് സൺഡേ മൺഡേ ഏതാവട്ടെ അതിൻ്റെ പ്രോബിലിറ്റി 2/7 ഓർത്തിരിക്കാം. അതേസമയത്ത് ലീപ്പ് ഇയർ അല്ലാത്ത വർഷങ്ങളാണെങ്കിൽ, നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസം വരാനുള്ള ചാൻസ് 53 പ്രാവശ്യം വരാനുള്ള ചാൻസ് 1/7. ലീപ്പ് ഇയർ അല്ലാത്തപ്പോൾ 1/7, ലീപ്പ് ഇയർ ആകുമ്പോൾ 2/7. ഇനി ഏതെങ്കിലും മാസം ചോദിക്കാം, 2021 ജനുവരിയിൽ 5 സൺഡേ വരാനുള്ള ചാൻസ്, 5 സൺഡേ വരാനുള്ള ചാൻസ്. അപ്പം നിങ്ങൾ ജനുവരിത്തെ കലണ്ടർ നോക്കിക്കാണ്ട് സൺഡേ എത്ര എണ്ണാന്നല്ല വേണ്ടത്, പ്രോബിലിറ്റിയാണ്. നിങ്ങൾ ഏത് മാസമാവട്ടെ, നിങ്ങൾ ജനുവരി ആണെങ്കിൽ 31 ഡേ ഉണ്ടാവും, ഫെബ്രുവരി ആണെങ്കിൽ ലീപ്പ് ഇയർ അല്ലാത്ത വർഷങ്ങളാണെങ്കിൽ 28 ഡേ, അങ്ങനെ മാർച്ച് 31 ഡേ. അപ്പോൾ ഒരു മാസത്തിലെ ടോട്ടൽ ഡേറ്റ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഏത് മാസമാണെങ്കിലും അതിൽ 4 ദിവസങ്ങൾ ആവർത്തിച്ച് വരുന്ന ഉറപ്പാണ്. ചില ദിവസങ്ങൾ 5 പ്രാവശ്യം വരാൻ ചില ദിവസങ്ങൾ. അപ്പോൾ ജനുവരിയിലാണെങ്കിൽ ജനുവരിയിൽ നിങ്ങൾക്ക് 5 സൺഡേ ഓർ 5 മൺഡേ ഏത് ദിവസവും 5 പ്രാവശ്യം വരാനുള്ള ചാൻസ്. 4 ദിവസം ഏതൊരു ദിവസം 4 പ്രാവശ്യം ആവർത്തിക്കും. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. അപ്പോൾ 4 × 7 28 ഡേ. 28 ഡേ ഒരു മാസം ഉണ്ടെങ്കിൽ അതിലെല്ലാ ദിവസവും 4 വട്ടം ആവർത്തിച്ചിട്ടുണ്ടാവും. പിന്നെ 31 3 ദിവസമല്ലേ ബാക്കി. ആ 3 ദിവസം ആണ് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ ഏതൊരു ദിവസവും 5 പ്രാവശ്യം ആവർത്തിക്കാൻ ജനുവരിയിലെ ചാൻസ് 3/7. ഫെബ്രുവരിയിൽ ഈ 28 ഡേ ആണെങ്കിൽ ഇത് 5 ഡേ ആരും വരില്ല, 4 വരുള്ളൂ. ലീപ്പ് ഇയർ ആകുമ്പോൾ 29 ഡേ ഉണ്ടാവും, അപ്പോൾ 1/7. ഇനി 30 ഡേ ഉള്ള 30 ഡേ ഉള്ള മന്ത് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും 5 ദിവസം വരാനുള്ള ചാൻസ്, 5 പ്രാവശ്യം വരാനുള്ള ചാൻസ് 2/7. അത്രയുള്ള സംഭവം. അറിഞ്ഞിരിക്കാൻ എത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ചിലപ്പോൾ വരികയാണെങ്കിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ടെക്സ്റ്റിൽ അത് വിശദീകരിക്കുന്നില്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയുമാണ് പ്രോജക്റ്റ് ഉള്ളത്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ തരേണ്ടത്, അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. അടുത്തൊരു ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് മുഴുവനായി തീരും.